നമസ്കാരം നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ കിരീട പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി തങ്ങളുടെ അപ്പർ ഹാൻഡ് നിലനിർത്തുകയാണ്. ഇന്നലെ ബ്രൈറ്റൺ അവർ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ഫിൽ ഫോഡൻ ഇരട്ട ഗോളുകളാണ് നേടിയത്. അദ്ദേഹം തൻ്റെ അസാമാന്യ ഫോം അതുപോലെ തുടരുന്ന കാഴ്ച. ഈ സീസണിൽ ഇപ്പോൾ 24 ഗോളുകളും 10 അസിസ്റ്റുകളുമായി എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഫിൽ ഫോഡന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൊളിഫിക് ആയിട്ടുള്ള സീസണാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിക്കായിട്ട് ഫോഡനെ കൂടാതെ KDBയും ഹുലിൻ ആൽവാരസും ഗോളുകൾ കണ്ടെത്തുകയുണ്ടായി. ബ്രൈറ്റണിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹുലിൻ ആൽവാരസും ഫിൽ ഫോഡനും കൊവാസിച്ചും ഡിബ്രൂയിനയും ബെർണാഡോ സിൽവയും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. 17ാമത്തെ മിനിറ്റിൽ തന്നെ ഹെഡറിലൂടെ KDB പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് സിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോയി. 26ാമത്തെ മിനിറ്റിലാണ് ഫിൽ ഫോഡന്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. 34ാമത്തെ മിനിറ്റിൽ അദ്ദേഹം തന്റെ ബ്രേസ് പൂർത്തിയാക്കിയതോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 62ാമത്തെ മിനിറ്റിൽ ഹുലിൻ ആൽവാരസ് തന്റെ ഗോൾ നേടിയതോടെ ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി നേടിക്കഴിഞ്ഞു. മാത്രമല്ല 33 കളികളിൽ നിന്ന് 76 പോയിന്റുമായിട്ട് ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ അവർ 2ാം സ്ഥാനത്താണ്. 34 കളികളിൽ നിന്ന് 77 പോയിന്റുള്ള ആഴ്സണലാണ് ഒന്നാമതുള്ളത്. പക്ഷെ സിറ്റി ഒരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ. ആ കളി വിജയിച്ചാൽ അവർക്ക് തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റുമെന്ന് മാത്രമല്ല ഇപ്പോൾ കിരീട ഫേവറേറ്റ്സ് അവർ തന്നെയാണ്. അവർക്ക് മറ്റാരുടെയും റിസൾട്ടിനെ ആശ്രയിക്കേണ്ടതില്ല. സ്വന്തം പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കഴിഞ്ഞ കളിയിൽ ലിവർപൂൾ പരാജയപ്പെട്ടതോടെ 34 കളികളിൽ നിന്ന് അവർക്ക് 74 പോയിന്റ് ആയിട്ടുണ്ട്. ടൈറ്റിൽ റേസിൽ അവർ പുറകോട്ട് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പെപ്പ് ഗാർഡിയോള അത് സമ്മതിക്കുന്നില്ല. പെപ്പ് പറയുന്നത് തങ്ങളും ആഴ്സണലും മാത്രമായിട്ടല്ല ഇപ്പോഴും പോരാട്ടത്തിലുള്ളത് എന്നാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം പറയുന്നു, ടൈറ്റിൽ റേസ് ഞങ്ങളും ആഴ്സണലും തമ്മിൽ മാത്രമല്ല. എന്താ ലിവർപൂളിന് സംഭവിച്ചത്? 2 പരാജയങ്ങൾ തുടർച്ചയായിട്ട് അവർ ഏറ്റുവാങ്ങി. ഇത് ആഴ്സണലിന് പറ്റാം, ഞങ്ങൾക്കും പറ്റാം. അതുകൊണ്ട് ഇവിടെ പോരാട്ടം ഇപ്പോഴും അതേപോലെ തന്നെ തുടരുകയാണ്. എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ നമ്മൾ പോരാടി മുന്നോട്ട് പോവുക. ഇനിയും ഒരുപാട് മത്സരങ്ങൾ കളിക്കാനുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.